ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടുകേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർ പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നുപോൽ പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം.
നമ്മുടെ ഗ്രൂപ്പ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷഹനാസ് ആണ്. അധ്യക്ഷത വഹിക്കുന്നത് 96 ബാച്ച് കൂട്ടായ്മയുടെ പ്രസിഡന്റ് TV മഞ്ജുള അവർകളാണ്. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മയ്യിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ M പ്രശോഭ് സാറാണ്. മുഖ്യ അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ അനശ്വര കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ സിനിമാ താരങ്ങളായ ശ്രീമതി മീന കുറുപ്പും അതുപോലെ ശ്രീ അരിസ്റ്റോ സുരേഷുമാണ്. വേദിയിൽ പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. നമ്മുടെ കബരിമാപ്പിള ഹൈസ്കൂൾ 96 ബാച്ചിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇപ്പോൾ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് നമ്മളിന്നിവിടെ നടക്കുന്നത്. ഒരു 20 വർഷം പൂർത്തിയാകുന്ന ആ വർഷം മുതൽ 2016-17 കാലഘട്ടം മുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടുമുട്ടിയിട്ടുള്ള, അതായത് നമുക്ക് ഇന്നത്തെ പോലെയല്ല, അന്ന് കത്തുകളിലൂടെ മാത്രം അങ്ങനെ ഇവിടെ ഫേസ്ബുക്കിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ബൈജു ഹരിദ്രയിലുള്ള IT ഫീൽഡിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ ഒരു ആശയം തോന്നിയതുകൊണ്ടാവാം പഠിക്കുന്ന കാലത്ത് ഇത്രയും തന്നെ പേരോടൊന്നും പരിചയമില്ലാത്ത വളരെ കുറച്ച് മാത്രം സംസാരിച്ച് അപ്പോൾ മഞ്ഞുരുക്കും പോലെ ഉരുളുന്നോറും വലുതായി 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 ഇന്നിപ്പോൾ 200-ന് മുകളിൽ ആൾക്കാർ വളരെ തോന്നുന്ന വെച്ചാൽ 625 പേരാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പ്രാവശ്യം SSLC എഴുതിയത്. അതിൽ 300-ഓളം പേരെ നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരു 200-ഓളം പേര് നമ്മൾ എപ്പോഴുമായിട്ട് ഡെയിലി നല്ല പോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് കാരണമായിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് 20-ാം വർഷം ആഘോഷിക്കുന്നില്ല. 20-ാം വർഷം മുതൽ നമ്മളിങ്ങനെ ഒരു വർഷത്തിൽ 3-4 തവണ കൂടി ചേരുന്നതായിരുന്നു. ഒരു സ്റ്റേഷനിൽ തന്നെയുള്ള മയ്യിൽ പോലീസ് സ്റ്റേഷനിലുള്ള ശ്രീ പ്രശോഭ് M സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. കൂടാതെ എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചാണെങ്കിൽ ഇവരുടെ ഒരു ടീം വന്നതിന് ശേഷം മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വളരെ കുഞ്ഞുനാളിലെ കണ്ടിട്ടുള്ള ഒരു മുഖമാണ് മീനാക്കുറുപ്പ് മേഡത്തിൻ്റെ. എനിക്കൊന്ന് അതിലും കുഞ്ഞായിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. വന്നു പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തിട്ട് പരതിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതോ കുഞ്ഞു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതാണെന്ന് തോന്നിയിരുന്നത് ശരിക്കും കേട്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെടുത്തപ്പോൾ. അപ്പോൾ അത്രയും അവരുടെ ഒരു പ്രൊഫഷനോടുള്ള ഒരു പാഷനും അതൊക്കെ നമുക്കറിയാം. പല സമയത്തും വന്നും പോയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മിക്കപ്പെടുന്ന റോളുകളിൽ
ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തിന് വളരെ ഹൃദയമായ സ്വാഗതം. അതുപോലെ അടുത്ത ആളെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യമെല്ലാം സിമ്പിളാണ്, മനസ്സിലായില്ലേ? കൂടുതൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സന്തോഷം പങ്കിടാൻ ഏറ്റവും നമുക്ക് അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞു നിൽക്കേണ്ടില്ലെങ്കിൽ കൂടി വളരെയധികം നമ്മൾ കാണുമ്പോൾ മുതൽ എനിക്കൊന്ന് പഠിച്ചിറങ്ങി രണ്ടാമത് നമ്മുടെ എല്ലാവരും ഇവിടെ നമ്മളൊരു 20ഓളം ടീച്ചേഴ്സിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ചിലര് ഔചാരികമായ കാരണം കൊണ്ട് ഇപ്പൊ വരാൻ പറ്റില്ല, കുറച്ച് സമയം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബന്ധം വെച്ചിട്ട് ഇവിടെ സ്വാഗത പ്രസംഗമാണെങ്കിൽ കൂടി വന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കിവിടെ ഒരുപക്ഷെ ഫിലിപ്പീനിൽ ഇവിടെ വരാൻ ഒരു അവസരം ഉണ്ടായത് ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിക്കേണ്ടിയിരുന്നു നമ്മുടെ ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ, നമ്മുടെ സ്കൂൾ ലീഡർ. അദ്ദേഹം നമ്മുടെ സെക്രട്ടറിയാണ്. ഇക്ബാലിന്റെ സ്കൂൾ ലീഡർ ആയിരുന്നു അന്നത്തെ. അത് ഒരു ബിസിനസ് മാനേജർ, നമുക്ക് അവരെ ബിസിനസ് മാനേജർ വേണമെങ്കിൽ പറയാം. ജ്വല്ലറി മേഖലയിൽ സെക്രട്ടറി ഇക്ബാൽ, അതുപോലെ നമ്മുടെ ട്രഷറി അവതരിപ്പിക്കുന്ന നമ്മുടെ മെമ്പർമാരുടെ ഒറ്റ വാക്കില് വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടന വേദിയിലെ ബഹുമാന്യായ ഉദ്ഘാടകൻ മയിൽ SI പ്രശോഭ് സർ, നമ്മുടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് ഇവിടെ എത്തിച്ചേർന്ന സിനിമാ താരങ്ങൾ. മീനാക്കുറുപ്പിനെ പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്ത പഞ്ചാബി ഹൗസ് എന്ന ഫിലിമാണ്. അതുപോലെ തന്നെ ശ്രീധരൻ്റെ ഒന്നാം തിരുവുറവ് തുടങ്ങിയ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. അങ്ങനെ മീനാക്കുറുപ്പ്, പിന്നെ മുത്തൈ പൊന്നി പിന്നല്ലേ, ആ ഒരു ഒറ്റ സോങ്ങിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന അരിസ്റ്റോ സുരേഷ് സർ. പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണഭൂതരായിട്ടുള്ള ഗുരുനാഥന്മാർ എല്ലാവരെയും നമിക്കുന്നു. അതോടൊപ്പം ഈ വേദിയിൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മുടെ മൺമറഞ്ഞു പോയ ഗുരുനാഥന്മാരെ നമുക്കൊരു നിമിഷം രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങളും അതുപോലെ തന്നെ വിനോദയാത്രകൾ ഒക്കെ ഇതിനുപരിയായിക്കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കത്തക്കതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു കൂട്ടായ്മ മാത്രമല്ല, പ്രവാസ ലോകത്തുള്ളവർക്ക് അവിടെയും ഒരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ അവരുടെയും ഒക്കെ നല്ല രീതിയിലുള്ള സഹകരണം കൊണ്ട് 150-ൽ പരം ആളുകൾ നമ്മുടെ സഹപാഠികളായിട്ട് നമ്മുടെ ബാച്ചിലുണ്ട്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപാഠികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആരാധ്യനായ SI ക്ഷണിക്കും. ഈ ചടങ്ങിന്റെ അധ്യക്ഷ ശ്രീമതി TV മഞ്ജുള, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ശ്രീമതി ഷഹനാസ്, ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി എത്തിയിട്ടുള്ള ശ്രീമതി മീനാക്കുറുപ്പ്, ശ്രീ അരിസ്റ്റോ സുരേഷ്, ഈ പരിപാടിയിൽ പങ്കുചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട 96 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇന്ന് 1996 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ സംഗമിക്കുകയാണ്. ഏകദേശം 2016 മുതൽ ഈ ബാച്ച് ഇവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ സ്വാഗതം ആശംസിച്ച ആൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏകദേശം 1996 കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പഴയ അധ്യാപകരെ പഠിപ്പിക്കലും നിങ്ങളുടെ പഠന രീതിയും ഒക്കെ വളരെ വ്യത്യസ്തതയുള്ളതായിരുന്നു. അതായത് 96 കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ ഷഹനാസ്
വർക്കൗട്ട് വഴി ഏകദേശം ഒരു 4-5 വ്യക്തികൾ ശ്രീ ബൈജുവിന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടി. അതിനുശേഷം പിന്നെ ഫേസ്ബുക്ക് വന്നതിന് ശേഷം കൂടുതൽ ആളുകൾ അതിലേക്ക് അംഗങ്ങളായി. ഇപ്പോൾ ഏകദേശം 200-ലധികം മെമ്പർമാരുണ്ട് ഈ ഗ്രൂപ്പിൽ. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അവർക്ക് ഒരു മാതൃകയാകുന്ന രീതിയിൽ മറ്റു ബാച്ചുകളെ അപേക്ഷിച്ച് നല്ലൊരു ബാച്ചായിട്ട് മാറാൻ ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു SSLC ബാച്ചിന്റെ കുടുംബ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദീനാകുറിപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുള്ളിച്ചാട്ടം കണ്ടിട്ട് എന്റെ പ്രസംഗം അത്രത്തിന് നല്ലതായിരിക്കും ആരും പ്രതീക്ഷിക്കരുത്. എനിക്ക് സംസാരിക്കാൻ തീരെ അറിയില്ല. എന്താണെങ്കിലും ഒരു 96-97 ബാച്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ആ ബാച്ചിൽ നിന്നും ഇപ്പോഴും വന്നിരിക്കുന്നത് കൈവക്കാമോ? ആദ്യം തന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചെറുതായിരിക്കുന്നു. ഇതിൽ 25 വർഷം മുമ്പേ സ്കൂളിൽ പഠിച്ചിട്ട് വന്നവരാണ് നിങ്ങൾ ആരും കണ്ടാലും പറയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ മോർ കോൺഷ്യസ് ആണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ട്. ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, അല്ലേ? എല്ലാവരും അല്ലേ അങ്ങനെയല്ലേ? അത് ഇത് വളരെ അഭിനയിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വി ആർ ഓൾ കോൺഷ്യസ് അബൌട്ട് ourselves. എനിവേസ് തീരെ പ്രതീക്ഷിക്കാതെയാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ഈ നാട്ടിലെ പേര് പോലും ഞാൻ സത്യത്തിൽ കേട്ടത് ആദ്യം എന്നെ ക്ഷണിക്കാൻ ഇക്ബാൽ ഖാന്ന് ഞാൻ ബഹുമാനത്തോടെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് എൻ്റെ അത്ര പ്രായമൊന്നുമില്ല. അപ്പം ഇക്ബാൽ ഖാൻ ആദ്യം എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ അപ്പോഴാണ് ഈ ഒരു സ്ഥലം കമ്പിൽ പറഞ്ഞ സ്ഥലമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. തളിപ്പറമ്പും ഈ വഴിക്കൊക്കെ ഒരുപാട് വർഷം പോയിട്ടുണ്ട്. അപ്പോഴും ഈ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഈ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ അറിയാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ സാധാരണ ഒരു വീട്ടമ്മയെ പറ്റി ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത മനുഷ്യരെ, ആളുകളെ, അവരെ കാണാനൊക്കെ ഒരു അവസരം കിട്ടുന്നത് ഇങ്ങനെ ഒരു ജോലി ചെയ്തതുകൊണ്ടാണ്. അപ്പം ഞാൻ സത്യത്തിൽ വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് എൻ്റെതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പ്രശ്നമൊന്നും പറയാനറിയില്ല. ഇങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. നല്ല വീണ്ടും എൻ്റെ പഞ്ചാബി ഹൗസിൻ്റെ ഓർമ്മകൾ എനിക്ക് തിരിച്ചു തന്ന ആ നല്ല പാട്ടിലൂടെ എന്താ പറയുക, എൻ്റെ എനർജി ലെവൽ ഒന്നും കൂടെ ഉയർന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മയെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സർവേശ്വരൻ അവസരവും അനുഗ്രഹവും തരട്ടെ. നിങ്ങളുടെ ഈ കൂട്ടായ്മ വളർന്ന് വ്യാപിച്ച് ഇതൊരു വലിയൊരു എന്താ പറയുക ഒരു സംഭവമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും ഉണ്ട്. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. സുരേഷ് തമ്പാനൂർ എന്ന അരിസ്റ്റോ സുരേഷ് 2016 എവററ്റ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വരികയും മലയാളികളുടെ ചുണ്ടിൽ എന്നും മൂളിപ്പാട്ടായി മാറിയ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കുകയും ചെയ്ത ജനപ്രിയ നടൻ അരിസ്റ്റോ സുരേഷ്. അതുല്യ പ്രതിഭയായി തിളങ്ങിയ അരിസ്റ്റോ സുരേഷിനെ
എടുത്തതാണ് ബാബുൾ പ്രസംഗം അദ്ദേഹം. പക്ഷേ ഈ പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിൽ നല്ല ഓർമ്മയുണ്ട്. അന്നെനിക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. കാരണം ഈ സ്കൂളിൽ പോകുന്ന വഴിക്കൊരു പള്ളിയുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച അവിടെ ഉച്ചയ്ക്ക് നിസ്കാരത്തിന് ചിലർക്ക് പോകുന്നത് പള്ളിപ്പറമ്പിൽ ഒരുപാട് ചെരുപ്പുകളുണ്ടാകും. അതിൽ ഒരു ജോഡി ചെരുപ്പെടുത്ത് ചാല മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത അന്നത്തെ കൂടി 40 ശതമാനം. അടുത്ത 2 ദിവസം ശനി ഞായറും സിനിമ കാണാനുള്ള പൈസ. അപ്പോൾ ആ സ്കൂൾ കുട്ടിക്കാലത്തുള്ള സംഭവം അപ്പോൾ ആ പള്ളിക്കൂടെ പ്രായമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ തപ്പാനൂർ പള്ളി വഴി അവിടെ ഞാൻ ചെയ്തിട്ടുള്ള കുസൃതികൾ. അന്ന് എൻ്റെ കൂടെ പഠിച്ച ചുരുക്കം ചിലവെന്ന് എനിക്കറിയാമോ. അതും വീടിന് തൊട്ടടുത്തുള്ള കുറച്ച് കൂട്ടുകാർ. അപ്പോൾ ഇതുപോലെ ഇത് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയാണ്. ഇതിന് മുമ്പും ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുത്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൂടി ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ അധ്യാപകരും എൻ്റെ കൂട്ടുകാരും വിനോദ് കോർപ്പറേഷൻ്റെ ഒരു പാട്ടാണ്. ഈ പാട്ടിൽ എന്നോടൊപ്പം പാടിയിരിക്കുന്നത് മമ്മൂക്കയുടെ പെങ്ങളുടെ മകൻ അസ്കർ സോദരൻ, കലാഭവനിലെ ചേച്ചിയുടെ മകൻ കലാഭവൻ രഞ്ജിത്ത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് പാറക്കുട്ടി തുടങ്ങിയവരാണ്. ഈ പാട്ട് പള്ളിക്കൂട കാലത്തെ ആ ഓർമ്മകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. I'm
വന്നു നിൽക്കുമ്പം പച്ചച്ചൊരിയൊരു വെള്ളൻ മുന്നിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോയി അവൾ പഞ്ചാര പുല്ലി കണ്ണേ പോയി പന്നരി കണ്ടമാൻ മൂവന്റെ നേരത്തിന്റെ വണ്ടി പിന്നീടൊരു നാളമ്പല വഴിയിൽ മതവ് തിരിവ് കടന്നു ചെല്ലുമ്പം പിന്നീടൊരു നാളമ്പല വഴിയിൽ മതവ് തിരിവ് കടന്നു ചെല്ലുമ്പം പെട്ടെന്നെ മുന്നിൽ വന്നു നിന്നവൾ ഇവൾക്കും നേരം പെണ്ണവൾ വീണുപോയി അന്നെ കരലിൽ കൂടിയെന്ന് ഇന്നെ കൺമണിക്ക് നല്ലൊരമ്മയാണ് വളരി വട്ടം പാലിന്റെ തൊട്ടിൽ മോന്തി നേരത്തിന്റെ വണ്ടി ഉഷണത്തിരുന്നാൾ പൂക്കണ പുലരിച്ച് മഞ്ഞു വീഴണ മഴ ഇടയിലെ ഉഷണത്തിരുന്നാൾ പൂക്കണ പുലരിച്ച് മഞ്ഞു വീഴണ പുങ്കയൽ വരത്തിൽ തന്നിന്റെ മാറി വന്നു ചാഞ്ഞ വെച്ചും നേരം ചെന്നവൾ വീണു പോയി അന്നെ കരളിൽ ഇന്നെ കൺമണിക്കുന്നൊരമ്മയാണ് വളരി വട്ടം വന്തി നേരത്തിന്റെ വണ്ടി വളരി വട്ടം പാലത്തിന്റെ ചോട്ടിൽ മൂവന്തി നേരത്തിന്റെ വണ്ടി പച്ച വെളിച്ചം കാക്കുന്നു നിൽക്കുമ്പം പച്ചച്ചൊരിയൊരു വെള്ളൻ മുന്നിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോയി അവൾ പഞ്ചാര പുഞ്ചി കണ്ണേ പോയി പാട്ടിന്റെ വരി ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹത് വ്യക്തിത്വം TV വത്സമാശ്രേ മുഹമ്മദ്
ഇക്ബാൽ. തലമുറകൾക്ക് നന്മയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. ഇരുട്ടിൽ നിന്ന് അക്ഷര വെളിച്ചം പകർന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർ. അടുത്തതായി PM പുഷ്പവല്ലി ടീച്ചർ. സഹജീവികളോടുള്ള കരുണയും വറ്റാത്ത സ്നേഹത്തിന്റെ സ്രോതസ്സും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. മഹനീയ ചടങ്ങായി ഇത് മാറിയിരിക്കുകയാണ്. ഏതായാലും ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ 96 ബാച്ചിന്റെ ഉദ്ഘാടകൻ ധന്യമാക്കിയത് ഞാനിപ്പോ തോന്നുന്നത് ഒന്ന് നീനാക്കുറുപ്പ് സിനിമാ രംഗത്തെ നിറഞ്ഞ പരിപാടി ആസ്വദിക്കുന്നതോടൊപ്പം പരിപാടിയിൽ എത്തിച്ച കൂടെ നൽകിക്കൊണ്ടാണ് അവർ ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. അവരുടെ കൂട്ടായ്മ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ചിലർ എത്തിയിരിക്കും. പ്രശസ്തരുമായ കലാകാരന്മാർ. അന്നത്തെ കാലം നിങ്ങൾക്ക് അങ്ങനെ വലിയ നമ്മളോട് അധികം സംസാരിക്കാനും അധികം ഇന്ന് പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടിലോട് പെൺകുട്ടികളോട് സംസാരിക്കാൻ സാധിക്കുന്നു. അത് ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അത് പുഷ്പവല്ലി ടീച്ചർ. ഓക്കെ, നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ വിട്ടുവരുന്നത് ആദ്യമായി അദ്ദേഹത്തിൻ്റെ നേരുന്നു. ഗുരുജനങ്ങളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന 96 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളെ, അവരുടെ പിന്നെ കൂടുതലൊന്നും പറയില്ല, പറഞ്ഞാൽ അത് അധികം പ്രസംഗിക്കും. അതുകൊണ്ട് തന്നെ നിർത്തുന്നു. നമസ്കാരം. നിങ്ങൾക്ക് അധികാരങ്ങൾ പരിചയമായിരിക്കില്ല. കാരണം ഞാൻ 10 കൊല്ലമായി വാനത്താണ് താമസിക്കുന്നത്. ചെറിയ ഇപ്പോൾ 2010 ഞാൻ പിരിഞ്ഞതിന് ശേഷം അധിക സമയം വായത്തുവാൻ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ സമൂഹ പ്രവർത്തനങ്ങളെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയെന്നും ആവാവുന്ന അത്ര അറിവുകൾ പാടുകളെയും സമൂഹത്തിലെ ദരിദ്ര വിഭാഗത്തെയും സഹായിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്ത കൂട്ടായ്മ, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ പറ്റി ഞാൻ ഒരു ശതമാനങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുക. അത് മാത്രം മതി. അതിലാണ് ഞാൻ പറഞ്ഞത്. അത് കൂടുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ വേദിയിലിരിക്കുന്ന മഹത്വ്യക്തിത്വങ്ങൾ 2023 നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം SI സാർ അവരുടെ ഭാഗത്തിൽ അവർക്ക് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മെമ്പർമാരുൾപ്പെട്ട മെമ്പർമാരുടെ ഒരു കുട്ടിക്ക് ഒരു അസുഖം പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് അധ്യാപകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവരെയും ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ബാച്ചിലുള്ള മുഴുവൻ മെമ്പർമാർക്കും ഇതിന് രാവും പകലും ഒന്നില്ല
बबी हलवा ई बलु बबी दादे ई बलु बबी दा हलवा ई बलु बबी दादे ए बता दे हलवा ई बलु बबी दादे ई बलु बबी दा हलवा ई बलु बबी दादे ए बता दे होली होली पकतुल सिर कुरंगोली जाली जाली पकतुल मयंगुर डोली गाली गाली मुततल अबनुंदा गाली जाली जाली हड़पोली हलमती हबीबू हलमती हबीब वंदाले हलमती हबीबू हलमती हबीब वंदा हलमती हबीबू हलमती हबीब वंदाले हलमती हबीबू हलमती हबीबू